യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ശ്രമിച്ചിരുന്നു. താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് നിമിഷപ്രിയയുടെ സമ്പൂർണ്ണ മോചനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടരുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നേരത്തെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിച്ചു എന്ന രീതിയിലായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ കൃത്യമായിരിക്കുന്നു. അതായത് യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ, നാളെ നടത്തേണ്ടിയിരുന്ന വധശിക്ഷ, അത് മാറ്റിവെച്ചിരിക്കുന്നു. ആ ഒരു അറിയിപ്പാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന യമനിലെ സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ വധശിക്ഷ നീട്ടിവെച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന്, അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സൗദി യമൻ ഭരണകൂടങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം കാണിക്കുന്ന ചിലർ ഉണ്ട്. കാന്തപുരം EP അബൂബക്കർ മുസല്യാറിൻ്റെ ഇടപെടൽ കൊണ്ടാണിപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതല്ല സത്യം, അതല്ല വസ്തുത എന്ന് സാമുവൽ ജെറോം, യമനിലിരിക്കുന്ന സാമുവൽ ജെറോം എടുത്ത് പറഞ്ഞിരിക്കുന്നു. നന്ദഗോപൻ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇതിനോടകം തന്നെ യമൻ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അതിൽ സൂചിപ്പിക്കുന്നത് ഈ യമൻ പൗരനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് യമനിലെ ജയിലിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം, ആ കത്ത് ആരാണ് അയച്ചത്, ആർക്കാണ് അയച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം യമൻ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ തന്നെ രഹസ്യമായി കേന്ദ്ര സർക്കാരായിരുന്നു മുന്നോട്ട് നീക്കിയത് എന്നുള്ളത്. അതായത് ഈ അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ കൂടി അവകാശപ്പെടുന്നത് പോലെ കാന്തപുരം അല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ്. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇതിൽ കാന്തപുരത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ കത്തിൽ കാന്തപുരത്തിനെ അഡ്രസ്സ് ചെയ്തായിരിക്കണം ആ ലെറ്റർ എത്തേണ്ടിയിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു കത്തല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. സുപ്രീം കോടതിക്ക് മുന്നിൽ സേഫ് ഫോറം ഈ കേസുമായി, ഹർജിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വളരെ വ്യക്തമായി ബോധിപ്പിച്ചതാണ്. അതായത് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ പരിമിതികളുണ്ട്. നയതന്ത്ര ബന്ധം യമനുമായി ഇല്ല. അതേസമയം തന്നെ എല്ലാ ബന്ധങ്ങളും സൗദി വഴി അവിടെ യമനുമായി ഈ ഒരു വിഷയത്തിൽ ഭാരതം കൃത്യമായി പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ നയതന്ത്രപരമായി ഭാരതത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന പരമാവധി നീങ്ങിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ചില സ്വകാര്യ വ്യക്തികളും അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതരുമൊക്കെയായി, അതായത് യമൻ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള മറ്റു ചില വ്യക്തികളുമായൊക്കെ തന്നെ ഭാരതം ഇത്തരത്തിൽ പല ചർച്ചകളും ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സോളിസിറ്റർ ജനറൽ തന്നെ കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം തന്നെ അത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ ഒരു തരത്തിലും പുറത്തുവിടാൻ കഴിയില്ല. അങ്ങനെ പുറത്തു വരുന്ന പക്ഷം അത് ഈ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് അത് പ്രതികൂലമായി, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രധാനമായും സൂചിപ്പിക്കപ്പെട്ടത്. ഏതായാലും ഈ കേസ് വീണ്ടും ഈ ആഴ്ച തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം ഇടപെടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ അത് താൽക്കാലികമായി മാറ്റിവെക്കുക മാത്രമല്ല, മറിച്ച് നിമിഷപ്രിയയെ പൂർണ്ണമായും മോചിപ്പിച്ച് മാതൃരാജ്യത്തേക്ക്, ഭാരതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്
വിദേശകാര്യ മന്ത്രാലയത്തിന് മുന്നിൽ. ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ BJPയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് വ്യക്തമാക്കുകയുണ്ടായി. ഒരു തരത്തിലും ഇത്തരം ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല. അതേസമയം തന്നെ കൃത്യമായി ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്, അത് തുടർന്നു പോവുകയാണ്. ഈ വിഷയത്തിൽ ഒരു താൽക്കാലിക പരിഹാരമല്ല ആവശ്യം, മറിച്ച് ഒരു ശാശ്വതമായ പരിഹാരമാണ്. അത് നിമിഷപ്രിയയുടെ മോചനമാണ്, നിമിഷപ്രിയയെ തിരിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ അറ്റം വരെ ഭാരതത്തിന്റെ ഭാരതീയ സർക്കാർ ആ അറ്റം വരെ പോരാടുമെന്നുള്ളതാണ് BJPയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി സൂചിപ്പിക്കുകയുണ്ടായത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ പല കോണുകളിൽ നിന്നും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് ഈ ഒരു വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതെന്നും നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ മാറ്റിവെക്കുവാൻ ഉള്ള ചർച്ചകൾക്ക് അദ്ദേഹമായിരുന്നു നേതൃത്വം നൽകിയത് തുടങ്ങിയ അവകാശവാദങ്ങൾ ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയുണ്ടായി. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കറിയാം, യമൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പോഴും ഒരു കാട്ടുനീതി പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് യമൻ ഭരണകൂടം. പല രാജ്യങ്ങളുടെയും ഭരണത്തിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും നിയമങ്ങൾ, അപരിഷ്കൃതമായ നിയമങ്ങൾ കടമെടുക്കുകയും ഒപ്പം തന്നെ ഇസ്ലാമിക ഒരു നിയമത്തിൻ്റെ പരിരക്ഷയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കി പോകുന്ന ശരീഅത്ത് നിയമത്തെ പിന്തുടർന്നു പോകുന്ന ഒരു രാജ്യം കൂടിയാണ്. സ്ത്രീകൾക്ക് യാതൊരു വിലയും അവിടെ കൽപ്പിക്കാറില്ല. പലപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിധികൾ അവിടുത്തെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പല മനുഷ്യാവകാശ സംഘടനകളിലേക്ക് തിരിച്ചു വരാം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഡോക്ടർ നുസ്രത് ജഹാനും ചേരുന്നു. ഡോക്ടർ നുസ്രത് ജഹാൻ, അല്പം മുമ്പാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടിയത്. അതിൽ അദ്ദേഹം പറയുന്നത് യമനിലെ മതപണ്ഡിതരുമായി സംസാരിച്ചു, ഇനി മോചനം സാധ്യമാകും, അതായത് ചാണ്ടി ഉമ്മൻ MLA വഴി പണം എത്തിക്കാമെന്ന് ചിലരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പണം എത്തിച്ച മോചനം സാധ്യമാകും എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. പക്ഷേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി തുടക്കം മുതൽ പോരാട്ടത്തിന് ഇറങ്ങിയ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിലിടപെട്ടത് കേന്ദ്ര സർക്കാരാണ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സൗദി യമൻ ഭരണകൂടങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടിട്ടില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടൽ? അതെ, അതാ നമ്മുടെ കേരളത്തിലെ മതേതരത്തിന്റെ മറ്റൊരു നാടകം, അത്രയ്ക്കും പറഞ്ഞാൽ മതി. പിന്നെ വേറൊരെണ്ണം, അടുത്തൊരു ഫണ്ട് പിരിക്കാം. 2 ദിവസം മുമ്പ് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ആളെ ഫണ്ടിന് വേണ്ടിയിട്ട് പിരിച്ചതിന്റെ ബാക്കി കൊടുക്കാന്ന് പറഞ്ഞ ഒരു സഹായം കൊടുക്കുന്ന സംഘടനയായിട്ട് ഒരു മാറുന്നുണ്ട്. അപ്പൊ 2-3 ആൾക്കാരെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് സംഭവം നടന്നത്. അത് കാന്തപുരം ഉസ്താദിനെ വെച്ചായി എന്ന് മാത്രം ഈ പ്രാവശ്യം. അപ്പോൾ നിമിഷപ്രിയന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ, നിമിഷപ്രിയന്റെ കേസ് ആദ്യം തൊട്ടേ ഇന്ത്യൻ എംബസിയും പിന്നെ മുഖാന്തരമാണ് എല്ലാ രേഖകളും കൈമാറിയതും. എല്ലാ പിരിച്ച പൈസയും ഇന്ത്യൻ എംബസി ത്രൂ ആണ് അവിടെ നോക്കിയത്. കാരണം ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ജയില് ഹൂത്തികളുടെ ഇടയിലാണ്. അവിടെ നമുക്ക് എംബസിയോ ഓഫീസുകളോ ഒന്നുമില്ല. അവിടെ പോയി ഒരാൾ സംസാരിക്കാനും ധൈര്യപ്പെടില്ല വേറെ. പിന്നെ അവർക്ക് ഒഫീഷ്യലി ലെറ്റർ എഴുതാനല്ലാതെ ഒരു എംബസിക്കും ഒരു രാജ്യത്തും പിന്നെ കുടുംബങ്ങൾക്ക് പോയി അതിൽ ഇടപെടാനുള്ള നയമില്ല. നയതന്ത്രത്തിന്റെ ഒരു ഭാഗമാണത്. അത് ഇന്ത്യൻ എംബസിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഹോം മിനിസ്ട്രിക്കും അവിടുത്തെ രാജാവിനുമാണ്. അവിടെ ഈ പറയുമ്പോൾ യമനിൽ ഇപ്പൊ നമുക്ക് ഈ രാജാവ് പറഞ്ഞാൽ ഹൂതികളുടെ ഇടയിലുള്ള വിമതരുടെ ഇടയിലുള്ള ഒരു കേൾക്കൂല എന്നുള്ള ഒരു വശം നാട്ടിൽ മനസ്സിലാക്കിയോണ്ട് അവിടെ പോയി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഈ സാമുവൽ ജെറോം തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നു. ഈ സംഗതിനെയാണ് ഇവരിപ്പം മുതലെടുത്തത്. ഇതിനെ അവിടെ പോയി സംസാരിക്കാൻ ഒരു സൂഫിയെ ഏൽപ്പിച്ചു. സൂഫിയെ ഏൽപ്പിച്ചു, സംസാരിക്കാൻ പോയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ ഇല്ല പറയണേ. അല്ല, സാമുവൽ ജെറോം പറഞ്ഞത്, അതായത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഇതുവരെ ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നാളത്തെ വധശിക്ഷ കാണാൻ ആ ഗ്രാമത്തിലുള്ളവർ
തിരിച്ചു എന്നും പറയുന്നു. അവരറിഞ്ഞിട്ടില്ല, ഗ്രാമത്തിലുള്ളവർ അറിഞ്ഞിട്ടില്ല ഈ വധശിക്ഷ നീട്ടിവെച്ചത്. അപ്പോ അത്രയും വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന ഒരു മത പുരോഹിതന് എങ്ങനെയാണ് ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നത്? അതായത് അവിടെയുള്ള പണ്ഡിതനുമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പം തന്നെ ആ ഒരു സന്ദേശം കുടുംബത്തിലേക്ക് കൈമാറുന്നു, അതോടുകൂടി അവർ സമ്മതിക്കുന്നു. ഇത് ഈ വധശിക്ഷ നീട്ടിവെക്കണമെങ്കിൽ അത് ആ ഭരണകൂട തലത്തിൽ മാത്രമല്ലേ തീർപ്പാക്കാൻ പറ്റുള്ളൂ. ഒരു മതപണ്ഡിതൻ ഇടപെട്ടത് കൊണ്ട് അത് അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇവരെ വിചാരം അത് മതപണ്ഡിതനും തമ്മിലുള്ള കാര്യമാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടി ഘോഷിക്കുന്നത്. ഇന്നലെ ഇന്നും നിമിഷപ്രിയയും പിന്നെ ഉസ്താദും അല്ലാത്ത ഒരു സാധനം ഒരു പിന്നെ മാധ്യമത്തിൽ വന്നിട്ടില്ല. ഫുൾ അവിടത്തെ കേരളത്തിലേട്ടല്ലോ, വേറെ എവിടെയല്ല. അപ്പൊ ഇവര് ഈ ഒരു കൂട്ടരും മാധ്യമങ്ങൾ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാ. കാരണം ഇതിനെ സഹായിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അമിത്ഷാ മോദി ആദ്യം തൊട്ടേ ഇതിനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇവർ ഈ പൈസ കൈമാറിയത്. അബ്ദുൾ റഹീമിന്റെ വിഷയം പോലെയല്ല ഇത്. അത് അവരാണ് കൈമാറിയത്. എവിടെ പോയി പൈസ എന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ പറയണത് അയാളെ പിന്നെയും നീട്ടിന്നുള്ള. അപ്പൊ ആ കേസ് പോലെ ആക്കി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ. ഇതിൽ ഭയങ്കര ഡ്രാമ കളിച്ചു നോക്കിയ 24 മണിക്കൂറിന്റെ ഡ്രാമ ഇന്ന് പൊളിയുന്നു നമുക്കൊക്കെ ഉറപ്പായിരുന്നു. കാരണം അത് അവിടുത്തെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ പിന്നെ നിയമ നടപ്പിലാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഒന്ന് നീട്ടിവെച്ചു എന്ന് മാത്രമാണ് ആ ലെറ്റർ കോർട്ട് പബ്ലിഷ് ചെയ്ത്. അല്ലാതെ ഇത് റദ്ദാക്കി എന്നല്ല. പിന്നെ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ വധശിക്ഷ റദ്ദാക്കിയത് ഒരു സൂഫിക്കും ഒരു കുടുംബത്തിനും ആർക്കും മാപ്പ് കൊടുത്താലും അത് സാധിക്കില്ല. സാധിച്ചാലും ആ മാപ്പ് കൊടുത്താലും അത് ആ രാജാവും കൂടി അറിയണം. രാജാവ് ത്രൂ മാത്രമേ ഇത് നടക്കാൻ പാടുന്നുള്ള 100% നിയമമുണ്ട്. രാജ്യത്തിന്റെ നിയമം പോലും അറിയാത്തവരാണ് ഇവിടെ ഇരുന്ന് നന്മമകരങ്ങളായി പൈസ കളക്ട് ചെയ്യാൻ ഒരു കൂട്ടർ ഞങ്ങൾ കളക്ട് ചെയ്യട്ടെ ചോദിച്ചിട്ട് മറ്റൊരു കൂട്ടർ ഇങ്ങനെ ഇറങ്ങുക പൈസ കൊണ്ട് നടക്കുന്നുള്ള ഒരു സംഗതി ഉണ്ടാക്കി. അതേപോലെ സുന്നി പണ്ഡിതനും സൂഫി ഇടപെട്ടാൽ ഇത് നടക്കും? ഒരിക്കലും നടക്കൂല. ഇത്രയും വലിയൊരു ക്രൂര കൊലപാതകമാണ്. അത് കോടതി തന്നെ വിചാരിക്കണം, രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ വിചാരിക്കണം. ഗവൺമെന്റ് പറയുമ്പോൾ എംബസി മാത്രം പോരാ. ഞാൻ ഇതേപോലെ ഒരു കേസിൽ ഇടപെട്ട അന്ന് ഹോം മിനിസ്റ്റർ ലെറ്റർ മേടിച്ചോണ്ട് വരാനാണ് അവർ പറഞ്ഞത്. അവിടുത്തെ ഹോം മിനിസ്റ്ററിനെ കണക്ട് ചെയ്തു, ഖത്തറിലുണ്ടായേ ഇവിടുത്തെ ഹോം മിനിസ്റ്റർ എഴുതണം. ഇത്രയും നയതന്ത്രങ്ങൾ ഇങ്ങനെയാ പോണേ. കൊലപാതക കുറ്റത്തിൽ തൂക്കിക്കൊല്ലാനോ ജീവപര്യന്തം ശിക്ഷിച്ചോരെയൊക്കെ ചെയ്യണ ഇതാണ്. അപ്പൊ ഇത് വലിയൊരു നാടകമായിരുന്നു. വയസ്സായ അയാളെ മര്യാദയ്ക്ക് അവിടെ എവിടെ ഇരുന്നോട്ടായിരുന്നു. അതിനപ്പൊ അദ്ദേഹത്തിന് അതിലേക്ക് വലിച്ചഴിച്ച് ആരാണോ ഈ നാടകം ഉണ്ടാക്കിയത് നമുക്കറിഞ്ഞൂടാ. ഇത് ഒരിക്കലും നടക്കാത്തതാണ്. മാധ്യമങ്ങൾ ആഘോഷിക്കുന്നവർ ഇപ്പോഴും എഴുതണോ കാന്തപുരത്തിന്റെ അവകാശവാദം അത് പൊളിച്ചുകൊണ്ട് വീണ്ടും സാമുവൽ ജെറോം രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ചർച്ചകളൊക്കെ നടന്നത് സർക്കാർ തലത്തിൽ മാത്രമാണ്, ഭരണകൂട തലത്തിൽ മാത്രമാണ് ചർച്ചകൾ നടന്നത് എന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഇവിടെ മലയാളത്തിലെ ഞങ്ങളൊഴിച്ചുള്ള എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കാന്തപുരം എ.പി. അബൂബക്കർ മുസലിയാറിൻ്റെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നാണ്. കള്ളം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭീഷ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് തൂക്കുകാർ വിധിച്ചില്ലേ, അതൊക്കെ ഒന്ന് എ.പി. ഉസ്താദിനോട് പോയി റദ്ദാക്കാൻ പറയും. അതൊരു ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. ഗവൺമെന്റ് തലത്തിൽ പോയല്ലാതെ ഒരു വ്യക്തി പറഞ്ഞിട്ട് നമ്മളെല്ലാരും വിമോചിപ്പിക്കാൻ തെറ്റ് ചെയ്തവനെ തൂക്കുമരത്തുനിന്ന് മാറ്റാൻ നോക്കുക എന്ന് പറയുന്നത് നല്ലൊരു നയല്ല. അപ്പൊ ഇവര് ശരിയാലോനെ എതിർക്കല്ലേ ചെയ്യണേ? അതും ഇവിടെ ഒരു ചോദ്യമാണ് ഇൽജി. ശരിയത്ത് നിയമമാണ് അവിടെ നടപ്പാക്കണത്. ഇവിടെ ശരിയത്ത് നിയമം ഇല്ലാത്തോണ്ടാണ് തൂക്കി കൊല്ലാത്തതെന്ന് പറയണ ഇവര്. എന്തുകൊണ്ട് അവിടുത്തെ ശരിയാ ലോനെ പൊളിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതരും ഇവിടുത്തെ സുഡാപ്പികളും പോകുന്നു? ശിക്ഷ കൊടുക്കണല്ലോ അങ്ങനെയാണെങ്കിൽ. അതിന്റെ ചോദ്യത്തിന് ഉത്തരം എ.പി. ഉസ്താദ് തരണോ? അദ്ദേഹം ശരിയാ ലോ അനുസരിക്കാത്ത ഒരു പണ്ഡിതനാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു ആവശ്യവും ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ നുസ്രത്ത് ജഹാൻ പ്രതികരിച്ചതിന്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഗവർണർ ഇതിൽ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വധശിക്ഷ മാറ്റിവെച്ചതിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് നിമിഷപ്രിയയുടെ സമ്പൂർണ്ണ മോചനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടരുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി
അനിൽ ആന്റണി വ്യക്തമാക്കി. ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി യമനിലെ സാമൂഹിക പ്രവർത്തകനായ സാമുവൽ ജെറോം തുടക്കം മുതൽ പ്രവർത്തിച്ചു വരികയാണ്. സാമുവൽ ജെറോം കാന്തപുരത്തിൻ്റെ അവകാശവാദം തള്ളിയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ മാത്രമേ ഇതുവരെയായും ചർച്ച നടന്നിട്ടുള്ളൂ എന്ന് ആവർത്തിച്ച് സാമുവൽ ജെറോം വ്യക്തമാക്കുന്നു.